റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഈ ഒരു ചാനൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വയനാട്ടിലെ തന്നെ ഒരുപാട് റിസോർട്ടുകളുടെ റിവ്യൂസ് ഞങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ റിസോർട്ടുകളെല്ലാം തന്നെ ഞങ്ങൾ നേരിട്ട് കാണുകയും കൃത്യമായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട ശേഷമാണ് നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് ഈ ഒരു ചാനൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പ്രോപ്പർട്ടി നിങ്ങൾക്ക് ധൈര്യത്തിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇതേപോലെ സ്റ്റേ ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലീസ് ആണെങ്കിലും അവർക്കൊക്കെ ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റിസോർട്ടുകളുടെയും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു ഹോം സ്റ്റേയിലാണ്. 3 ബെഡ്റൂം വരുന്ന ഒരു ഹോം സ്റ്റേ. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വീഡിയോയിൽ കർലാട് ലേക്കിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന 3 ബെഡ്റൂം ഹോം സ്റ്റേയിൽ എത്താൻ സാധിക്കും. ഏകദേശം 10 പേർക്ക് വരെ അറ്റ് എ ടൈം സ്റ്റേ ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഹോം സ്റ്റേ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസുകളൊക്കെ ഒന്ന് കണ്ട ശേഷം റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു ഹോം സ്റ്റേയിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ തൊട്ടടുത്ത് തന്നെയായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നല്ല വലുപ്പമുള്ള സ്പേസ് ഉള്ളൊരു പൂളും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. പൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ്. കോട്ടൺ ഡ്രസ്സുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതേപോലെ തന്നെ ക്ലോറിനൊക്കെ ചെയ്ത വാട്ടർ ആയിരിക്കും. അപ്പോൾ സ്കിൻ അലർജി ഉള്ളവരൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രില്ല് ഉടൻ തന്നെ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം കുട്ടികൾക്ക് ഇറങ്ങിയിട്ട് കളിക്കാവുന്നതായിരിക്കും. പൂളിന് തൊട്ടടുത്ത് തന്നെ 2 സ്വിങ് കൊടുത്തിരിക്കുന്നത് കാണാം. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് പുറമെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്ലൈഡിങ് ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സീസോ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല, പകരം ബാർബിക്യൂൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് മുഴുവനും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഉള്ളിൽ ചെന്നിട്ട് ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് കാണുകയാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഇവിടെ ഒരു ബെല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ക്യാരം ബോർഡ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിന് തൊട്ടപ്പുറത്താണ് ഇവിടുത്തെ മെയിൻ ഹാള് വരുന്നത്. ഹാളിലായിട്ട് നല്ലൊരു സോഫയും അതേപോലെ തന്നെ TV യും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഹാളിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അറ്റ് എ ടൈം ഒരു 6-7 പേർക്കൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കിച്ചൺ യൂസ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഈ ഒരു കിച്ചണിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജാണെങ്കിലും പ്ലേറ്റ് മറ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ റൂമാണ് ഇപ്പോൾ കാണുന്നത്. കുഴപ്പമില്ലാത്ത സ്പേസ് ഉള്ളൊരു റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൂമിൽ ബെഡും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഷെൽഫും അതേപോലെ തന്നെ മിനി ടേബിൾ, ചാർജിങ് പോയിൻറ്റ്സ്, പിന്നെ മിറർ, പിന്നെ വേസ്റ്റ് ഇടാൻ ആവശ്യമായിട്ടുള്ള ഒരു വേസ്റ്റ് ബിന്നും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു റൂമിനും ഇതിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു റൂമിനും ചേർന്നിട്ട് കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അത് ഈ ഭാഗത്തായിട്ടാണ്. ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വാഷ് ബേസും മിററും കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിൽ ഹീറ്റർ അതേപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ റൂം കമ്പാരിറ്റീവ്ലി കുറച്ച് സ്പേസ് കുറവാണെങ്കിലും റൂമിൽ നിങ്ങൾക്ക് മിനി ടേബിളും അതേപോലെ തന്നെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂം നോൺ AC റൂമാണ്. അതിന് പകരമായിട്ട് ഫാനാണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്കൊരു ചെറിയൊരു ഹാളും കൂടെ കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് അയൺ ചെയ്യാനും അതേപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ഷെൽഫും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് മൂന്നാമത്തെ റൂം വരുന്നത്. മൂന്നാമത്തെ റൂമിലേക്ക് വരുന്ന സമയത്ത് ആദ്യം കണ്ടിരിക്കുന്ന 2 റൂമുകളെക്കാളും കുറച്ചുകൂടെ സ്പേസ് ഉള്ളൊരു റൂമാണ് ഇവിടെ ഉള്ളത്. ബെഡ് മേക്കിംഗ് ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇരു സൈഡുകളിലായിട്ട് ചാർജിങ് പോയിൻറ്റും മിനി ടേബിളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ റൂമിൽ ഫാനാണ് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ളൊരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഒരു റൂമിന്. ബാത്റൂമിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു മിറർ പോയിൻ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബാത്റൂമിലേക്ക് വരുവാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 ബെഡ്റൂം ഹോം സ്റ്റേയുടെ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ റീവാച്ച് ചെയ്യുക. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ A to Z കാര്യങ്ങൾ, അതായത് ഫാമിലിക്കും കപ്പിൾസിനും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ചെക്കിൻ ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിലേക്ക് അയച്ചു തരിക. നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. സ്പെഷ്യൽ റേറ്റ് തന്നെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ വയനാട്ടിലെ തന്നെ നല്ല റിസോർട്ടുകളും ഹോം സ്റ്റേകളും മറ്റ് കാറ്റഗറിയിലുള്ള സ്റ്റേകളൊക്കെ ഇതേപോലെ നേരിട്ട് കാണുകയും കൃത്യമായിട്ട് വിസിറ്റ് ചെയ്ത് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ റിവ്യൂ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു ചാനൽ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.